ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ കിണർ തേകാൻ പോകണം. അന്നേരം നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഗായ്സ്, ആദ്യത്തെ പടികളായിട്ട് കിണറ്റിലോട്ട് സാധനങ്ങളെല്ലാം ഇറക്കുവാണ്. എല്ലാം നോക്കാം. കിണർ തേകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, വയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പത്തിനാണെങ്കിൽ താഴോട്ടേക്ക് അതെല്ലാം ഇടുവാണ്. അടുത്ത് നോക്കാം. അങ്ങനെ ഗായ്സ്, കിണറ്റിനകത്തുള്ള വെള്ളമെല്ലാം പുറത്തോട്ടേക്ക് അടിച്ചു വിടുവാണ്. ഗായ്സ്, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്, ഭയങ്കര മഞ്ഞ കളറാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അവിടെ രണ്ടുപേര് വെള്ളം ശരിക്കും പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോയെന്ന്. എനിക്ക് ഇത്ര ക്രീം വെള്ളമായിട്ടുണ്ട്. നമുക്ക് അടുത്തതിലോട്ട് നോക്കാം. അങ്ങനെ ഗായ്സ്, നമ്മുടെ കിണറ്റിലെ വെള്ളം തിരിച്ച് കിണറ്റിലൂടെ അടിക്കുകയാണ്. നോക്കാം. ഈ പത്ത ചെളികളും തന്നെ തിരിച്ചു വെച്ച് പൊക്കുവാണെന്ന് തോന്നുന്നു. നമുക്ക് മാറിയിരിക്കാം. മാറിയെന്ന് കണ്ടു നോക്കാം. കട്ട ചെളിയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മഴ കാരണം ഭയങ്കര ചെളിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നോക്കാം. അങ്ങനെ ഗായ്സ്, ആ വെള്ളം തിരിച്ചടിച്ചപ്പോൾ നമ്മുടെ കിണറിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഈ വെള്ളത്തിൽ കലക്കൽ കണ്ടിട്ട് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് കട്ട കലക്കലാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. ഈ കലക്കൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞ ദിവസത്തെ ഒരു മഴ പെയ്തായിരുന്നു. അത് കാരണം ഇത്ര കലക്കലൊക്കെ വന്നേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തേടി കഴിഞ്ഞാൽ പഴയതുപോലെയൊക്കെ ആകുമായിരിക്കും. നമുക്ക് അടുത്ത ടേക്കിലോട്ടൊക്കെ പോയി നോക്കാം. പിന്നെ ഗായ്സ്, രണ്ടാമത് പിന്നെയും കിണറ്റിലെ വെള്ളം തിരിച്ച് കിണറ്റിലോട്ട് തന്നെ അടിക്കുകയാണ്. പിന്നെയും കലക്കൽ കൂടി വരുന്നു. തിരിച്ചെടുക്കുവാണെന്ന് തോന്നുന്നു. നമുക്ക് മാറിയിരിക്കാം. അപ്പത്തിനും വന്നു വെള്ളമായി. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കലങ്ങിയ വെള്ളം. അങ്ങനെ ഗായ്സ്, പിന്നെ മൂന്നാമത് ഒന്നുകൂടെ വെള്ളം തിരിച്ചടിക്കാൻ തുടങ്ങി. നോക്കിയ ഇപ്പോഴും കലക്കുകളുണ്ട്. ഇവരതെല്ലാം സൈഡൊക്കെ ക്ലീൻ ആക്കുക. വെള്ളം തിരിച്ചടിച്ചു. പിന്നെയും കലക്കൽ തുടങ്ങി. കലക്കാണ്. അപ്പത്തിനാണെങ്കിൽ എന്താ തൊട്ടി കെട്ടിയതിനകത്തുള്ള ചെളിയും ഇലയും എല്ലാം കൂടെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ശരിക്കും കാണത്തില്ല. ഭാഗ്യം ചെറിയാകുമ്പോ വേണം. വറ്റാറായി. അല്ല, ഒന്നരയുടെ പറഞ്ഞത് രണ്ടിന്റെ ആണെങ്കിൽ
ഇല്ലാതെ പോയതാ. രണ്ടെണ്ണം ഉണ്ടായിരുന്ന രണ്ടും പോയി. കിണർ വറ്റാൻ തുടങ്ങിയത് കൊണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇത്തിരി കുറവാണ്. നിങ്ങൾക്ക് വേറെ വെള്ളം വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കി നല്ല മഞ്ഞ കളറാണ്. അവിടെ കലക്കാൻ പോവാണ്. അവർ പിന്നെ അടിച്ചു തുടങ്ങി. ചരിത്രത്തിലോട്ട് വെക്കുന്നത് മാറ്റി പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാം. അത് അറ്റ എത്തി തന്നെയാണ് ആ കല്ല് കാണുന്നത്. അവിടെ കിണാൻ എത്ര അടി ആഴേ ഉള്ളൂ. ഗൈസ്, നമ്മുടെ കിണർ തീരുന്നതിൻ്റെ പരിപാടികൾ തീർന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോൾ തീരുമെന്നൊന്നും ഉറപ്പില്ല. അപ്പോൾ ഞാൻ മടുത്തോണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ. വീഡിയോ എടുത്തിപ്പോൾ മടുത്ത് ചില സമയം ഇരിക്കട്ടെ. അവരിപ്പോഴും അവിടെ ഇന്ന് പണി വന്നുകൊണ്ടിരിക്കുക. നമുക്ക് നോക്കാം ഇനി എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നോക്കാം. ഗൈസ്, പെട്ടെന്നാണ് കറണ്ട് പോയത്. കിണർ തേങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി. നിങ്ങൾ നോക്കിയാൽ കാണാം, കറണ്ടൊന്നുമില്ല. ഞാനൊന്ന് സ്വിച്ച് ഓൺ ആക്കാം. നോക്കിയാൽ എല്ലായിടത്തും കറണ്ടുണ്ടോ? പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി. മൂഞ്ചി അവസ്ഥയാണ്. അളപ്പത്തിനൊന്ന് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ക്യാമറ കാണുമെന്ന് ചിരിച്ച് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ കറണ്ട് വരുന്നത് വരെ കാത്തിരിക്കുക എന്നതേ ഉള്ളൂ നമ്മുടെ അവസ്ഥ. അങ്ങനെ ഗായ്സ്, പിന്നെയും കറണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ചില നേരം കാത്തിരുന്നു, എന്നാലും തിരിച്ചു വന്നു. നമ്മൾ ഹാപ്പി ആയത് നോക്കിക്കേ. ഇപ്പം എല്ലാം തിളങ്ങുന്നുണ്ട്. പിന്നെ കറണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ കിണർ തേങ്ങുന്നത് പിന്നെയും തുടരാം. അപ്പോൾ അവരവിടെ ഏതാണ്ട് എന്തോ ചെയ്യുവാണെന്ന് പറഞ്ഞേ. ഇത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പ്ലഗ് കുത്തി അവിടെ ഇതിനകത്ത് തന്നെ കുത്തി നേരെ കിണർ തേക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ബാക്കി നമ്മളങ്ങനെ കുറച്ച് സമയം മാറി നിന്നപ്പോഴത്തേക്കും ഇത്രയും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. തിരിച്ചടിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഇത്രയും വെള്ളം വന്നല്ലോ. അപ്പച്ചനാണെങ്കിൽ വെള്ളം അടിച്ച് കളയുന്നുണ്ട്. നോക്കിയേ, ഇപ്പൊ പെട്ടെന്നാണല്ലോ ഇത്രയും വെള്ളം വന്നത്. പിന്നെ ആദ്യം തൊട്ടെല്ലാം ചെയ്യേണ്ടി വരും. വെള്ളം എല്ലാം പിന്നെ തിരിച്ച് കളയേണ്ടി വരും. പിന്നെയും കലക്കാൻ തുടങ്ങി. എന്നാണ് പിടിക്കുന്നത്. കലക്ക് വെള്ളം ആയി തുടങ്ങി. അതിന് മാറ്റാൻ പോവാ. അങ്ങനെ ഗൈസ്, നമ്മുടെ കുറേ നേരത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഞാൻ അവിടെ കിണർ പറ്റി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം മോട്ടറാണിത്. അപ്പത്തിനാണെങ്കിൽ അവിടെ എല്ലാം ഊരി പറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ലാതെ ആ ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.